ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലുകളുടെ ബലത്തിനും ആരോഗ്യത്തിനും മുടിയുടെ വളർച്ചയ്ക്കും ശരീര സൗന്ദര്യത്തിനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും രക്തക്കുറവ് മാറാനും കണ്ണിൻ്റെ കാഴ്ചശക്തിക്കും ദഹനക്കുറവ് മാറുന്നതിനൊക്കെ സഹായിക്കുന്ന നല്ലൊരു ഹെൽത്തിയായ ടേസ്റ്റിയായ ഒരു കർക്കിടക പൊടി തയ്യാറാക്കുന്ന വീഡിയോയുമായാണ്. ഈ ഹെൽത്തിയായ പൊടി കർക്കിടക മാസത്തിൽ മാത്രമല്ല എല്ലാ സമയത്തും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഹെൽത്തിയായ പൊടിയാണ്. ഇത് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരേപോലെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ഹെൽത്തി പൗഡർ. അപ്പോൾ ഈ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനെ കാണുക. വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ ലൈക്ക് ചെയ്ത് മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യം നമുക്ക് വേണ്ടത് മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ കറുത്ത എള്ളാണ്. വെളുത്ത എള്ളിനേക്കാളും കൂടുതൽ ആരോഗ്യ ഗുണമുള്ളത് ഈ കറുത്ത എള്ളിനാണ്. അപ്പോൾ ഞാനിവിടെ കറുത്ത എള്ള് 1.5 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഒരു ബൗളിലേക്ക് 1.5 കപ്പ് കറുത്ത എള്ള് ചേർക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് വെള്ളമൊഴിച്ച് നന്നായിട്ട് കഴുകിയെടുക്കാം. നന്നായി കഴുകിയതിന് ശേഷം ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വാർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു അരിപ്പയിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഒരു വെള്ള തുണിയിലിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം. അപ്പോൾ ഇതിലുള്ള വെള്ളമൊക്കെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും. ഇങ്ങനെയല്ലെങ്കിൽ ഫാനിൻ്റെ കാറ്റിൽ പരത്തിയിട്ട് കൊടുത്ത് ഒന്ന് ഉണക്കിയെടുത്താലും മതിയാകും. അടുത്തതായി ഞാൻ എടുത്തിട്ടുള്ളത് മട്ട റൈസാണ്. 1 കപ്പ് മട്ട റൈസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഞവര അരിയാണ് കർക്കിടക പൊടിയിൽ ഉപയോഗിക്കാറുള്ളത്. ഞവര അരി ഇല്ല എങ്കിൽ മട്ട റൈസ് എടുത്താൽ മതി. ഇനി ഈ അരിയിലേക്ക് വെള്ളമൊഴിച്ച് നന്നായി ഒന്ന് കഴുകിയെടുക്കാം. കഴുകിയതിന് ശേഷം ഒരു തുണിയിലിട്ട് നന്നായിട്ടൊന്ന് തുടച്ച് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് മുതിരയാണ്. ഞാനിവിടെ 1/2 കപ്പ് മുതിരയാണ് എടുത്തിട്ടുള്ളത്. ഇതും നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. കഴുകിയതിന് ശേഷം ഒരു തുണിയിലേക്കിട്ട് നന്നായിട്ടൊന്ന് തുടച്ച് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് 1 കപ്പ് റാഗിയാണ്. റാഗിയും നമ്മൾ കഴുകിയതിന് ശേഷം ഒരു തുണിയിലേക്കിട്ട് നന്നായിട്ട് തുടച്ചെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ചെറുപയറാണ്. ഞാനിവിടെ 1/2 കപ്പ് ചെറുപയറാണ് എടുത്തിട്ടുള്ളത്. ചെറുപയറും നന്നായി കഴുകിയതിന് ശേഷം ഒരു തുണിയിലേക്കിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം. ഇനി കഴുകി ഉണക്കി വെച്ചിട്ടുള്ള ഓരോ ഇൻഗ്രീഡിയൻസും വറുത്തെടുക്കണം. ആദ്യം നമ്മൾ കഴുകി വെച്ച എള്ള് വറുത്തെടുക്കാം. അതിനായി ഒരു ചട്ടിയിലേക്ക് എള്ള് ഇട്ടതിന് ശേഷം സ്റ്റവിൻ്റെ ഫ്ലെയിം ലോ ടു മീഡിയത്തിലാക്കി നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നമ്മൾ വറുത്തെടുക്കാൻ പോകുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രമേ വറുത്തെടുക്കാവൂ. ഈ റെസിപ്പിയുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് ഈ കറുത്ത എള്ള്. ഈ എള്ളിൽ ധാരാളമായി പ്രോട്ടീൻ, വിറ്റാമിനുകൾ, ധാതുക്കൾ, ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവ അടങ്ങിയിട്ടുണ്ട്. രക്തസമ്മർദ്ദം കുറയ്ക്കാനും കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും ദഹനം മെച്ചപ്പെടുത്താനുമൊക്കെ സഹായിക്കുന്ന ഒന്നാണ് ഈ എള്ള്. കറുത്ത എള്ളിൽ ഫൈബർ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കും. കാൽഷ്യം, ഫോസ്ഫറസ്, മഗ്നീഷ്യം എന്നിവയുടെ കലവറയാണ് ഈ കറുത്ത എള്ള്. ഇത് എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് വളരെ അത്യാവശ്യമായ ഒന്നാണ്. ഒമേഗ ഫാറ്റി ആസിഡുകൾ ധാരാളമുള്ളതുകൊണ്ട് ഇത് മുടി കൊഴിച്ചിൽ തടയാനും മുടിയുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. അതുപോലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളമുണ്ട്. ചർമ്മത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും യുവത്വം നിലനിർത്താനും സഹായിക്കും. ഫൈബർ ധാരാളമുള്ളതുകൊണ്ട് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഈ കറുത്ത എള്ളിന് കഴിയും. എള്ളിൽ ആരോഗ്യകരമായ കൊഴുപ്പുകളുണ്ട്. ഇത് ഹൃദയാരോഗ്യത്തെ സഹായിക്കുന്നു. അതുപോലെ തന്നെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും എള്ള് സഹായിക്കും. എള്ളിപ്പോൾ നല്ല രീതിയിൽ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. എള്ള് ഇതുപോലെ പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് മറ്റൊരു പാത്രത്തിലേക്ക് തണുക്കാനായി വയ്ക്കാം. ഇനി അതേ പാനിൽ തന്നെ നമ്മൾ കഴുകി ഉണക്കി വെച്ചിട്ടുള്ള അരി ചേർക്കാം. നമ്മളിവിടെ മട്ട അരിയാണ് ചേർക്കുന്നത്. ധാരാളമായി ഫൈബർ അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഈ മട്ട അരി. മട്ട അരിയിൽ വിറ്റാമിൻ ബി, ഫോസ്ഫറസ്, സെലീനിയം, മഗ്നീഷ്യം, പൊട്ടാസ്യം എന്നിവ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. പ്രധാനമായി കുടലിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ല ഒന്നാണ് ഈ മട്ട അരി. ശരീരഭാരം കൂടുന്നത് തടയാൻ സഹായിക്കുന്ന ഒന്നാണ് മട്ട അരി. മലബന്ധം ഒഴിവാക്കാനും പ്രമേഹത്തെ നിയന്ത്രിക്കാനും സഹായിക്കും. എല്ലുകളുടെ ആരോഗ്യത്തിനും ഈ മട്ട അരി വളരെ നല്ലതാണ്. ഇതാ നമ്മുടെ മട്ട അരിയും നല്ല രീതിയിൽ തന്നെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെ നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അരി നല്ല രീതിയിലൊന്ന് മുരിഞ്ഞു വരുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഇത് നമുക്ക് പാനിൽ നിന്ന് മാറ്റി മറ്റൊരു പാത്രത്തിലേക്ക് വയ്ക്കാം. അടുത്തതായി നമ്മൾ വറുത്തെടുക്കാൻ പോകുന്നത് മുതിരയാണ്. ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ മുതിര കഴിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കും. അതോടൊപ്പം ശരീരത്തിന് ഗുണകരമാകുന്ന നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് കൂട്ടാനും ഇത് സഹായിക്കും.
ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളം അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യത്തെ ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് ഈ മുതിര. ഫൈബർ ധാരാളം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് ദഹന സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും മാറ്റാൻ സഹായിക്കുന്നു. കുടലിൻ്റെ ആരോഗ്യത്തെ സഹായിക്കുന്നു. അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യത്തെ സഹായിക്കുന്ന ഒന്നാണ് മുതിര. മുതിരയും ഇപ്പോൾ നല്ല രീതിയിൽ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ മുതിരയുടെ കളറൊന്ന് മാറി വരുമ്പോൾ നമുക്ക് സ്റ്റവിൽ നിന്ന് ഈ മുതിര മാറ്റി മറ്റൊരു പാത്രത്തിലേക്ക് വയ്ക്കാം, തണുക്കാനായി വയ്ക്കാം. അടുത്തതായി നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് ചെറുപയറാണ്. നമ്മൾ കഴുകി വെള്ളം മാറ്റി വെച്ചിട്ടുള്ള ചെറുപയർ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാൻ. ചെറുപയറിനെ കുറിച്ച് നമുക്കെല്ലാം അറിയാവുന്നതാണ്. ചെറുപയറിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. ഇത് കുടലിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അതുപോലെ നമ്മുടെ ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ചെറുപയർ വളരെ നല്ലതാണ്. ധാരാളമായി പ്രോട്ടീൻ, അന്നജം, കൊഴുപ്പ്, നാരുകൾ, വിറ്റാമിൻ എ, വിറ്റാമിൻ ബി, കാൽഷ്യം, മഗ്നീഷ്യം, ഫോസ്ഫറസ്, സോഡിയം എന്നിവ അടങ്ങിയിട്ടുണ്ട്. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ മാറ്റാനും പ്രമേഹത്തെ നിയന്ത്രിക്കാനും രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിനും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കും. ഇപ്പോഴത്തെ ചെറുപയറും നല്ല രീതിയിൽ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി തണുക്കാനായി വെക്കാം. അതേ പാനിൽ തന്നെ റാഗി ചേർക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. കാൽഷ്യത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും കലവറയാണ് ഈ റാഗി. വിറ്റാമിൻ B6, ഫോളിക് ആസിഡുകൾ എന്നിവ റാഗിയിലുണ്ട്. നാരുകൾ ധാരാളമായി അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ കുടലിൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന ഒന്നാണ് റാഗി. കാൽഷ്യം ധാരാളം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് നമ്മുടെ പല്ലുകളുടെയും എല്ലുകളുടെയും വളർച്ചയ്ക്കും ആരോഗ്യത്തിനെയും സഹായിക്കും. പ്രമേഹത്തെ നിയന്ത്രിക്കുന്നതിനും കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാനും സഹായിക്കും. നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യത്തിനും മുടിയുടെ ആരോഗ്യത്തിനും റാഗി കഴിക്കുന്നത് വളരെ നല്ലതാണ്. പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ റാഗി ദിവസവും കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പോഴത്തെ റാഗി നല്ല രീതിയിൽ തന്നെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് തണുക്കാനായി മാറ്റി വയ്ക്കാം. അടുത്തതായി നമ്മൾ വറുത്തെടുക്കാൻ പോകുന്നത് അവിലാണ്. ഞാനിവിടെ 2 കപ്പ് അവിലാണ് എടുക്കുന്നത്. നമ്മളിവിടെ മട്ട അവിലാണ് എടുത്തിട്ടുള്ളത്. വെള്ള അവിൽ എടുക്കണ്ട, മട്ട അവിൽ എടുത്താൽ മതിയാകും. ഇതും ചെറുതീയിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അവിൽ നല്ല രീതിയിൽ ഫ്രൈ ആയി ക്രിസ്പിയായി കിട്ടുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അവിൽ കഴിക്കുന്നത് കൊണ്ട് ധാരാളം ആരോഗ്യ ഗുണങ്ങൾ നമുക്ക് ലഭിക്കും. ധാരാളം ഫൈബർ അടങ്ങിയ ഒന്നാണ് അവിൽ. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എനർജി നൽകാൻ സഹായിക്കുന്ന ഒന്നാണ് അവിൽ. അവിലും നല്ല രീതിയിൽ ഫ്രൈ ആയിട്ടുണ്ട്. നമ്മളിതുപോലെ കയ്യിലെടുത്തൊന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞു വരണം. ആ രീതിയിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് ഇതും നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി തണുക്കാനായി വയ്ക്കാം. ഇനി നമ്മളിതിലേക്ക് ആവശ്യമായ നട്ട്സ് നമുക്ക് വറുത്തെടുക്കാം. അതേ പാനിൽ തന്നെ ഞാനിതാ 1 കപ്പ് കപ്പലണ്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കപ്പലണ്ടി അഥവാ നിലക്കടല. ഞാനിവിടെ 1 കപ്പ് വറുക്കാത്ത കപ്പലണ്ടിയാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഊർജ്ജം നൽകാൻ സഹായിക്കുന്ന ഒന്നാണ് കപ്പലണ്ടി. ആരോഗ്യകരമായ കൊഴുപ്പുകളും പ്രോട്ടീൻ, ധാതുക്കൾ, നാരുകൾ, വിറ്റാമിനുകൾ എന്നിവയെല്ലാം തന്നെ ഈ കപ്പലണ്ടിയിൽ അടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴത്തെ കപ്പലണ്ടി നല്ല രീതിയിൽ ഫ്രൈ ആയിട്ടുണ്ട്. മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി തണുക്കാനായി വയ്ക്കാം. അടുത്തതായി നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് ബദാമാണ്. ഞാനിവിടെ 1/2 കപ്പ് ബദാമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ബദാമിൻ്റെ അളവ് കൂട്ടാവുന്നതാണ്. ഞാനിവിടെ 1/2 കപ്പാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ഈ ബദാമിൽ ആരോഗ്യകരമായ കൊഴുപ്പ്, നാരുകൾ, പ്രോട്ടീൻ, മഗ്നീഷ്യം, വിറ്റാമിൻ ഇ എന്നിവ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. കണ്ണിൻ്റെ നല്ല കാഴ്ചശക്തിക്കും ഓർമ്മശക്തിക്കും ബുദ്ധിവികാസത്തിനും ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും ഹൃദയ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിനും ക്യാൻസറിനെ തടയാനുമൊക്കെ സഹായിക്കുന്ന ഒന്നാണ് ബദാം. ഇപ്പോഴത്തെ ബദാമും നല്ല രീതിയിൽ വറുത്തെടുത്തിട്ടുണ്ട്. നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി തണുക്കാനായി വയ്ക്കാം. അടുത്തതായി നമുക്ക് കശുവണ്ടി ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് കശുവണ്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കശുവണ്ടിയിൽ ധാരാളം ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും ശരീരഭാരം നിയന്ത്രിക്കാനും സഹായിക്കും. കൂടാതെ ചർമ്മത്തിൻ്റെയും മുടിയുടെയും ആരോഗ്യത്തിന് വളരെ നല്ല ഒന്നാണ് ഈ കശുവണ്ടി. ഇനി നമുക്ക് ആ പാനിൽ തന്നെ 1.5 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ചേർത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. നന്നായിട്ട് വറുത്തതിന് ശേഷം മാറ്റി വയ്ക്കാം. ഇനി ഇതാ ഈ ഒരു സൈസിലുള്ള ചുക്കെടുക്കാം. എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഇടികല്ലിലിട്ടിട്ട് പൊടിച്ചെടുക്കാം. ഇനി നമ്മൾ വറുത്തെടുത്ത ഓരോ ഇൻഗ്രീഡിയൻസും നമുക്ക് മിക്സി ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം.
ആദ്യം തന്നെ മിക്സി ജാറ് നല്ല രീതിയിലൊന്ന് തുടച്ച് വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാതെ ആക്കിയെടുക്കണം. ഇനി നമ്മൾ ആദ്യം വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള എള്ള് നന്നായി തണുത്തിട്ടുണ്ട്. ഇത് മിക്സി ജാറിൽ ഇട്ടിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് എള്ള് പൊടിക്കേണ്ടതില്ല, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ പൾസ് മോഡിലിട്ടിട്ട് 2 പ്രാവശ്യം നമ്മൾ ക്രഷ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ഈ എള്ള് പൊടിഞ്ഞു കിട്ടും. ഇപ്പോഴിതാ എള്ള് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ രീതിയിലാണ് ഞാൻ പൊടിച്ചെടുത്തത്. നല്ല ഫൈനായിട്ട് പൊടിക്കരുത്, ഇതുപോലെ ക്രഷ് ചെയ്ത് വേണം എടുക്കാൻ. ഈ പൊടിച്ചെടുത്ത എള്ള് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അല്പം വലിയ പാത്രത്തിലേക്ക് നമുക്കിത് മാറ്റി വയ്ക്കാം. വെള്ളമയം ഒട്ടുമില്ലാത്ത ഒരു പാത്രം എടുക്കണം. നന്നായിട്ട് തുടച്ചതിന് ശേഷം നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള എള്ള് ഇതിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് അതേ മിക്സിയുടെ ജാറിൽ തന്നെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള മട്ട അരി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചിട്ട് വരാം. അരി ഇവിടെ നല്ല രീതിയിൽ തന്നെ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ എള്ള് പൊടിച്ചു വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ചെറുപയറും മുതിരയും മിക്സി ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ചെറുപയറും മുതിരയും ഞാൻ ഒന്നിച്ച് ചേർത്തിട്ടാണ് പൊടിച്ചെടുത്തത്. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പൊടിച്ച് മാറ്റി വെച്ചിട്ടുള്ള മിക്സിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമ്മൾ പൊടിച്ചെടുക്കുന്നത് വറുത്ത് വെച്ച റാഗിയും അതുപോലെ വറുത്തെടുത്ത ജീരകവുമാണ്. ചെറിയ ജീരകമാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. ഇതോടൊപ്പം 4 ഏലക്കയും നമ്മൾ വറുത്ത് ഇടികല്ലിലിട്ട് ഇടിച്ച് വെച്ചിട്ടുള്ള ചുക്കും ചേർത്തിട്ട് നമുക്കിത് പൊടിച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കണം. ഇപ്പോഴിതാ റാഗിയും ജീരകവും ഏലക്കയും ചുക്കും നല്ല രീതിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതും നമുക്ക് ആ മിക്സിനോടൊപ്പം ചേർക്കാം. ഇനി നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള അവിൽ ചേർത്ത് പൊടിച്ചെടുക്കാം. അവിൽ നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കണം. ഇപ്പോഴിത് അവിലും നല്ല രീതിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതും നമുക്ക് ആ മിക്സിനോടൊപ്പം ചേർക്കാം. ഇനി നമുക്ക് കപ്പലണ്ടി പൊടിച്ചെടുക്കാം. തൊലിയോട് കൂടിയാണ് ഞാൻ ഇവിടെ കപ്പലണ്ടി ചേർക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തൊലിയോട് ചേർക്കാം, ഇല്ലെങ്കിൽ തൊലി മാറ്റിയിട്ട് ചേർക്കാവുന്നതാണ്. കപ്പലണ്ടി ഞാനിവിടെ ക്രഷ് ചെയ്താണ് എടുക്കുന്നത്. കപ്പലണ്ടി പൊടിക്കുമ്പോൾ നല്ല ഫൈനായിട്ട് പൊടിക്കരുത്, ഇതുപോലെ ക്രഷ് ചെയ്ത് വേണം ചേർക്കാൻ. ഇപ്പോഴാണ് നമ്മൾ ഈ റെസിപ്പി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതും നമ്മൾ ആ മിക്സിയിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തതായി നമ്മൾ പൊടിച്ചെടുക്കാൻ പോകുന്നത് ബദാമും കശുവണ്ടിയുമാണ്. ഇതും നമ്മൾ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതിയാകും. ഇപ്പോഴിത് ബദാമും കശുവണ്ടിയും ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും നമുക്ക് ആ മിക്സിയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ പൗഡർ പ്രധാനമായിട്ടും കർക്കിടക മാസത്തിലാണ് തയ്യാറാക്കുന്നത്. എന്നാൽ കർക്കിടക മാസത്തിൽ മാത്രമല്ല, എല്ലാ സമയത്തും നമുക്ക് ഈ പൗഡർ തയ്യാറാക്കി കഴിക്കാവുന്നതാണ്. കുട്ടികൾക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ പൊടി തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും കഴിക്കാവുന്നതാണ്. നമുക്ക് ഇതുപോലെ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഈ പൊടി നമുക്ക് രാവിലെയും വൈകുന്നേരവും 2 നേരം കഴിക്കാവുന്നതാണ്. നടുവേദനയും സന്ധിവേദനയും മാറാനും മുടി കൊഴിച്ചിൽ മാറ്റി മുടി സമർത്ഥമായി വളരാനും ശരീര സൗന്ദര്യത്തിനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും രക്തക്കുറവ് മാറാനും ഒക്കെ സഹായിക്കുന്ന ഈ ഹെൽത്തിയായ റെസിപ്പി തീർച്ചയായും എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ പൊടി എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് നോക്കാം. ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ പൊടി ചേർക്കാം. ഇനി മധുരത്തിനാവശ്യമായ ശർക്കര ചേർക്കാം. ഞാനിവിടെ 2 സ്പൂൺ ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതോടൊപ്പം അല്പം തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇങ്ങനെ നമുക്ക് 2 നേരം കഴിക്കാവുന്നതാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഇത് കഴിക്കാം. അതുപോലെ ഈവനിങ് ചായക്കൊപ്പവും നമുക്കിത് കഴിക്കാവുന്നതാണ്. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അല്പം ശർക്കരയുടെ നീര് അരിച്ച് ഇതിലേക്ക് ചേർത്തിട്ട് ഉണ്ടയാക്കി കൊടുക്കാവുന്നതാണ്. അങ്ങനെ ആകുമ്പോൾ കുട്ടികൾക്ക് എടുത്ത് കഴിക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും. അപ്പോൾ കർക്കിടക മാസത്തിൽ തയ്യാറാക്കി കഴിക്കുന്ന കർക്കിടക പൊടിയുടെ റെസിപ്പി എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എളുപ്പം ലഭിക്കും. മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി.